കലോത്സവ വിശേഷങ്ങൾ നമ്മുടെ പറഞ്ഞോളൂ. അതിഥിയിലേക്ക് പോകാം. തീർച്ചയായും വിനായകനാണ് നമ്മോടൊപ്പം ഉള്ളത്. വിനായകൻ കൊല്ലംകാരനാണ്. അദ്ദേഹം വയലിനിൽ എ ഗ്രേഡ്. ഓക്കെ, എ ഗ്രേഡ് നേടി നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു എന്നാണോ? ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നോ? ടഫായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോൻ എന്നിട്ട് എ ഗ്രേഡ് മേടിച്ചു. അപ്പോൾ എങ്ങനെയാ, ഏത് രാഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏത് രാഗത്തിന്? വയലിൻ വ്യക്തമായി ഒന്നുകൂടെ പറയാമോ? ഓക്കെ ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാ? പ്ലസ് ടുലാണ്. അപ്പൊ ഇത് അവസാനത്തെ കലോത്സവമാണ്. അവസാനത്തെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എ ഗ്രേഡ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ച്. അപ്പൊ കോഴിക്കോട് വെച്ച് എ ഗ്രേഡ് മേടിച്ചു, ഇപ്പൊ കൊല്ലത്ത് വെച്ച് എ ഗ്രേഡ് മേടിച്ചു. അപ്പോൾ മോനെ എല്ലാവിധ ആശംസകളും നേരെയാണ്. നമുക്കൊന്ന് ഇവിടെ കാണിച്ച അതേ പെർഫോമൻസ് ഒന്ന് കാണിക്കാം കുറച്ച്. ഓക്കെ, ശരി. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു പാട്ടിലായിരുന്നു, മറ്റേ പാട്ടിലാണ് അവസാനിച്ചത്. അപ്പോൾ ഒരു ഫ്യൂഷനായിരുന്നു. ഇത് തന്നെയാണ് അവിടെ ചെയ്തത്? ഫ്യൂഷൻ അല്ല, വെസ്റ്റേൺ പീസസ് ആയിരുന്നു അവിടെ വായിച്ചത്. പിന്നെ കൂടെ സിനിമാ ഗാനങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്യൂഷൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഭദ്ര. നമുക്ക് നല്ല റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ കമന്റ്സിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു തവണ കൂടെ ഒന്ന് വായിപ്പിക്കുമോ എന്ന്. ഒരു തവണ കൂടെ നമുക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ടൊന്ന് വായിക്കുമോ എന്ന് വയലിൻ. ഓക്കെ ഓക്കെ. നമുക്ക് യൂട്യൂബിൽ കമന്റ്സ് വരുന്നുണ്ട് മോനെ കൊണ്ട് ഒരു പാട്ട് കൂടെ പാടിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.
അച്ചു സതീഷ് എന്ത് പെർഫോമൻസ് ആണ്? എല്ലാവരും ആശംസകളും ജനൻ ടിവിക്ക് നമ്മുടെ പെർഫോമൻസ് വളരെ എനർജറ്റിക് ആയിട്ട് ഗംഭീരമായിട്ട് നടക്കും. ഓക്കെ, നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ. മുത്തു മുത്തു ആസൈ മുഴുത് വെട്ട ആസൈ. ഓക്കെ, അപ്പോ മോനെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിനായകൻ. വിനായകൻ, ഓക്കെ ശരി. അപ്പൊ അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റില്ല, +2-ലാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതിനോടൊപ്പം മിമിക്രി ഉണ്ട് ചെറുതായിട്ട്. ആണോ? നമുക്കിപ്പോ സമയം കുറച്ച് പരിമിതം. ചെറുതായിട്ട് ഒരു ഹെലികോപ്റ്റർ ഇതുവഴി കടന്നു പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം, ആ ശബ്ദ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ശബ്ദത്തിൽ നിന്ന് ഒരു DJ-യിലേക്കുള്ള ഒരു മാറ്റം. ഓക്കെ, ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മോനെ എല്ലാവിധ ആശംസകളും നേരാണ്. ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം അനന്തശ്രീ എന്ന ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഫ്യൂഷൻ ചെയ്യുന്ന ആളാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ചെറിയ ആളല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മോനെ ഇനി ഭാവിയിൽ വലിയ വലിയ വേദികളൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇദ്ദേഹത്തെ കാണാമെന്ന പ്രതീക്ഷയിൽ കേരളാവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും മോനെ നേരെയാണ്. ഓക്കെ, അപ്പോൾ അനുജ, ഈ ഇന്ന് കലോത്സവത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മക്കളും നല്ല രീതിയിലാണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ കേരളാവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയും വരുന്ന കുട്ടികളൊക്കെ തന്നെ കണ്ടില്ലേ, ഇങ്ങനെയാണ് അനുജ. നല്ല നല്ല പെർഫോമൻസ് ആണ്. ഭാവിയിലെ താരങ്ങളാണ് ഈ വരുന്നതൊക്കെ തന്നെ. ശരി ഭദ്ര, ഇപ്പോൾ വിനായകനാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രകടനങ്ങളൊക്കെയായി കലാകാരൻ അവന്റെ കല നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, അത് പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. ആശുപത്രിയിൽ നിന്ന് മോണോ ആക്ട് മത്സരവേദിയിൽ വന്നു നിന്ന് ഉറച്ച ശബ്ദത്തോടെ പ്രകടനം കാഴ്ചവെക്കാൻ 11ാം ക്ലാസ്സുകാരിയായ കൃഷ്ണ എസ് രാജിന് ഊർജം നൽകിയതും അതേ കല തന്നെയാണ്.